വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങ് പ്രീതിയെ തലവരെ മൂടിയ ബെഡ്ഷീറ്റ് മുഖഭാഗത്ത് നിന്നും അങ്ങ് സുസ്മിത മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ റൂമിൽ നിന്നും സുസ്മിത ഇറങ്ങിയ ബാൽക്കണിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ടും സുസ്മിത ഓരോന്നൊക്കെ ചിന്തിച്ച് സുസ്മിത പെട്ടെന്ന് അങ്ങ് താഴേക്ക് നോക്കുമ്പോൾ എടി സുസ്മിതയെന്ന് വിളിക്കുകയാണ്. അന്നേരം നോക്കുമ്പോൾ സരോജവും പത്മാവതിയും അന്ന് ചൈന കോളേജിൽ വന്ന 2-3 സ്ത്രീകളും ഒക്കെ നിന്ന് പറയുകയാണ്, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ എന്നൊക്കെ താഴെ നിന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ ആകെ എങ്ങോ പേടിച്ച് അയ്യോ ഇടിവണ്ടി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ അകത്തേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അന്നേരം അത് സുസ്മിതയ്ക്ക് തൻ്റെ ഉള്ളിലെ ഭയം കൊണ്ട് വെറുതെ തോന്നിയത് മാത്രമാണ് അവരവിടെ നിന്ന് വിളിക്കുന്നതായിട്ട്. അന്നേരം ഞാനെന്തിനാണ് പേടിക്കുന്നത്, ഫാമാൻറ്റി ഉള്ളപ്പോൾ ഇവിടേക്ക് ആരും വരില്ല എന്നും പറഞ്ഞ് സുസ്മിത ചുറ്റുമൊക്കെ നോക്കി ഒന്ന് അങ്കലാപ്പോടെ നോക്കിയിട്ട് അവിടെ തന്നെ വീണ്ടും ഇരിക്കുകയാണ്. ഇതേസമയം സുസ്മിതയുടെ ഫോൺ വെളിയിടിക്കുകയാണ്. അന്നേരം ഫോൺ എടുക്കുമ്പോൾ എന്താ സുസ്മിത നീ പേടിച്ചു പോയോ, ഞാനാടി പ്രീതി എന്നും പറഞ്ഞ് വീണ്ടും ആ പ്രീതിയുടെ ശബ്ദമുള്ള ഫോൺ കോള് സുസ്മിതയ്ക്ക് വരികയാണ്. അന്നേരം സുസ്മിത അങ്ങ് പകച്ച് പേടിയോടുകൂടി അങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം നിന്റെ ഭയമെല്ലാം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, നീ ഒരുപാട് ഭയപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്നു, രോഹിത് തിരികെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് കട്ടാവുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് പേടിച്ച് വീർത്ത് നിൽക്കുകയാണ്. തുടർന്ന് പെട്ടെന്ന് സുസ്മിതയാണ് ഒരു നിമിഷം ചിന്തിക്കുന്ന സുസ്മിത പെട്ടെന്ന് പ്രീതിയുടെ റൂമിലേക്ക് വരികയാണ്. ഡോർ ഇങ്ങനെ തള്ളി തുറന്ന് നോക്കുമ്പോൾ പ്രീതി അതേപോലെ കിടപ്പുണ്ട്. പക്ഷേ സുസ്മിത മൂടിയ ആ ബെഡ്ഷീറ്റ് പ്രീതിയുടെ ദേഹത്തില്ല. നോക്കുമ്പോൾ ആ ബെഡ്ഷീറ്റ് നന്നായിട്ട് മടക്കി ആ കട്ടിലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിൽ ഓടി അകത്തേക്ക് കയറിയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മൂടിയതാണല്ലോ എന്നും പറഞ്ഞിട്ട് കട്ടിലിന് ചുറ്റുമൊക്കെ നടന്ന് ഒന്നുകൂടെയൊക്കെ എല്ലായിടത്തും നോക്കുകയാണ്. അന്നേരം പരിങ്ങി അവിടെ വീണ്ടും സുസ്മിത നിൽക്കുമ്പോൾ പൊന്നി അതുവഴി വരികയാണ്. അന്നേരം സുസ്മിതയെ ഇങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ സുസ്മിത പേടിച്ച് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ നീ ഇവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ അല്ല ബെഡ്ഷീറ്റ് എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം പില്ലോ മാറി ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയോ, കടക്ക് ഇറങ്ങിപ്പോന്നൊക്കെ പൊന്നി പറയുകയാണ്. അന്നേരവും തപ്പി സുസ്മിത നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് സുസ്മിതയുടെ കൈക്ക് പിടിച്ച് പൊന്നിയാണെങ്കിൽ സുസ്മിതയെ പുറത്തേക്ക് കൊണ്ടങ്ങ് തള്ളുകയാണ്. എന്നിട്ട് അകത്ത് നിന്ന് വാതിലും കുറ്റിയിടുന്നു. അല്ല ഞാനെന്നും പറഞ്ഞ് വീണ്ടും സുസ്മിത അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിന് മുന്നേ പൊന്നി അങ്ങ് കുറ്റിയിടുകയാണ് അകത്ത് നിന്ന്. അതിനുശേഷം പൊന്നി പ്രീതിയുടെ റൂം മൊത്തത്തിലൊന്ന് നോക്കുകയും പ്രീതിയുടെ തലയിലൊക്കെ തലോടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തിരികെ ബാൽക്കണിയിലേക്ക് വരുന്ന സുസ്മിതയാണെങ്കിൽ ആകെ അങ്ങ് ഭയപ്പാടിലാണ്. അവർ വന്ന് ചൈന കോളേജിലെ സരോജമൊക്കെ വന്ന് വിളിച്ചതും പിന്നീട് പ്രീതി വിളിച്ചതും ബെഡ്ഷീറ്റ് മൂടിയിട്ട് എനിക്ക് അത് തോന്നിയതാണോ, ഞാൻ മൂടിയില്ലേ ബെഡ്ഷീറ്റ് എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത നിൽക്കുകയും പ്രീതി പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്, രോഹിത് തിരിച്ചു വരുന്നു എന്നൊക്കെ ഓർത്ത് ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് സുസ്മിത. ഇതേ സമയം ആ പഞ്ചകൈലാസത്തിലെ ആ കുന്നിൻ്റെ താഴ്വാരത്തുള്ള വീട്ടിൽ രാച്ചിയമ്മ രോഹിത്തിൻ്റെ കൈയൊക്കെ എണ്ണയിട്ട് തടവുകയും കണ്ണൊക്കെ പിടിച്ച് നോക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ആ അനാഥയായ കുട്ടി കൂടെ തന്നെ നിൽപ്പുണ്ട്. അതിനോട് പറയുന്നുണ്ട് ഇതൊക്കെ നോക്കി പഠിച്ചുകൊള്ളണം, ഞാൻ പോയി കഴിഞ്ഞാൽ നീയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എവിടെയും എഴുതി വെച്ചിട്ടില്ല, കണ്ടും കേട്ടും ഒക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് രാച്ചിയമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അന്നേരം നിൻ്റെ അച്ഛനും അമ്മയും പോയ വഴിക്ക് ഞാനും പോകും, നീ ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ വൈദ്യയാണ് ഞങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ മരിച്ച ആളിനെ വരെ ജീവിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിൻ്റെ ചികിത്സാ രീതികൾ ഓരോന്നായിട്ട് ചെയ്യുകയാണ്. അതായത് ഈ മാമൻ എന്താ എഴുന്നേൽക്കാത്തതെന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ ആഴത്തിലുള്ള വീഴ്ചയിൽ നാഡീഞരമ്പുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകാം, പൊടിഞ്ഞു പോയിട്ടുണ്ടാകാം, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിരിക്കുകയായിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത്, അതൊക്കെ മാറും, ചികിത്സയൊക്കെ തുടങ്ങി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് ആ കുട്ടി വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം രക്തചന്ദ്രന ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു, ഇന്ന് രാത്രി മുതൽ തുടങ്ങുകയാണ്, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനകം ഫലം കാണുമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തോ പച്ചില മരുന്ന് രോഹിത്തിൻ്റെ 2 കണ്ണുകളിലേക്കും വച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തപ്പനെ തൊഴുത് രാച്ചിയമ്മ പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ഉടൻ തന്നെ രോഹിത് ഉണരുമെന്ന് തന്നെയാണ് രാച്ചിയമ്മ പറയുന്നത്. തുടർന്ന് പിറ്റേന്ന് രാവിലെ പ്രീതിയെ വീൽ ചെയറിലേക്ക് പിടിച്ചിരുത്തുകയാണ് അർജുനും പൊന്നിയും കൂടെ ചേർന്ന്, കൂടെ സത്യഭാമയും ഉണ്ട്. അന്നേരം പതിയാണ് അർജുൻ അതൊക്കെ ചെയ്യുന്നത്, പൊന്നിയെ സഹായിക്കുകയാണ്. അന്നേരം ഗാർഡനിലേക്കല്ലേ സത്യാമ്മയെന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കണം എന്നല്ലേ ഡോക്ടർ പറയുന്നത്, വിറ്റാമിൻസിൻ്റെ കുറവൊന്നും ഉണ്ടാകണ്ട എന്ന് പറയുമ്പോൾ അർജുൻ ആ വീൽ ചെയർ തള്ളിക്കൊണ്ട് താഴേക്ക് വരികയാണ്. അന്നേരം രമണം പിള്ളയോട് എന്തായി പിള്ളയെന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം പ്രീതി കുഞ്ഞിനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോൾ സുസ്മിത അവിടേക്ക് വരികയാണ്. അതിനി വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമേ ഉള്ളൂ, വല്ല പുഴയിലും ഇട്ട് മൂടാനുള്ളതിനെന്നും പറഞ്ഞ് ആ ഒരു ചിന്തയിൽ സുസ്മിത നിൽക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു സത്യഭാമയുടെ വീട്ടിൻ്റെ ഗേറ്റ് തള്ളി തുറന്നകത്തേക്ക് വരുന്നത്. തൻ്റെ മൊബൈൽ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിന് ഭാമയെ ക്ഷണിക്കാനാണ് വിഷ്ണു വരുന്നത്.
വിഷ്ണു സൈക്കിളിലാണ് വരുന്നത്. സൈക്കിൾ ഇങ്ങനെ ഉരുട്ടി കൊണ്ട് വന്ന ജീപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ സൈക്കിൾ വെക്കുകയാണ്. പക്ഷെ വിഷ്ണു ജീപ്പ് ശ്രദ്ധിക്കുന്നില്ല. ഇതേസമയം രാഘവൻ നായർ കാണുകയാണ്. അന്നേരം എന്താ മക്കളെ, നീ അവിടെ തന്നെ നിൽക്കുന്ന എന്താ, ഇങ്ങോട്ട് കയറി വാടാ മക്കളെ എന്നൊക്കെ രാഘവൻ നായർ വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു സൈക്കിൾ വെച്ചിട്ട് അകത്തേക്ക് കയറുമ്പോൾ സുസ്മിതയാണെങ്കിൽ പിള്ളയോട് പറയുകയാണ്, പിള്ളച്ചേട്ടാ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചേ, സത്യാമ്മയേക്കാൾ വലിയവനാകും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയ വിഷ്ണുട്ടൻ്റെ ലക്ഷറി വാഹനത്തിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ അങ്ങ് പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ വിഷ്ണു ഒരക്ഷരം മിണ്ടാൻ നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർക്ക് ദേഷ്യപ്പെടുകയാണ്. എടി നിനക്ക് എന്തിൻ്റെ കേടാണ്, ഇവനെ എൻ്റെ മകനാണ്, നീ ഇതിലൊന്നും ഇടപെടണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് സുസ്മിതയെ അങ്ങ് അടക്കി നിർത്തുകയാണ് അവിടെ രാഘവൻ നായർ. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ദേഷ്യത്തോടു കൂടി ഫാമ അകത്തുനിന്ന് വരികയാണ്. രാഘവേട്ട, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് സുസ്മിതയെ ഇപ്പോൾ ചോദിച്ചത് എന്ന് പറഞ്ഞ് സുസ്മിതയെ അങ്ങ് ന്യായീകരിക്കുകയാണ് ഫാമ. അന്നേരം രാഘവൻ നായർക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തുടർന്ന് വിഷ്ണുവിനോട് എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്നിങ്ങനെ ഫാമ വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ അറിഞ്ഞു, സത്യഭാമ വില പറഞ്ഞിരുന്ന മൊബൈൽ റെസ്റ്റോറൻറ്റ് നീ വാങ്ങി അതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ന്യായമായ വില കൊടുത്തിട്ട് തന്നെയാണ് ഞാനത് വാങ്ങിയത്. അത് അങ്ങനെ പറയുമ്പോൾ വലിയ വിലയ്ക്ക് ടെൻഡർ പിടിക്കുന്നതിന് ന്യായമായ വില എന്നൊക്കെ പറഞ്ഞങ്ങ് ന്യായീകരിക്കാമെന്ന് സത്യഭാമയും പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അമ്മയ്ക്ക് തരാനുള്ള പൈസ മുഴുവൻ ഷാജഹാൻ തന്നു, ഒരു ക്യാൻസർ രോഗിയാണ്, അമ്മ പണം പിരിക്കാൻ പറഞ്ഞു വിട്ട ആൾക്കാർ അയാളുടെ ഭാര്യയുടെ മാനത്തിന് കൂടി വില പറഞ്ഞു, അമ്മ ഇതൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ എന്ന് തൊട്ടാണ് ഇത്ര വിശാല മനസ്കനായത്, സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ചോദിച്ച് സത്യഭാമ വീണ്ടും അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം അത് ചേർത്ത് പക്ഷം പിടിക്കുകയാണ് സുസ്മിതയും. ആൻറ്റിക്ക് മനസ്സിലായില്ലേ വിഷ്ണുവേട്ടൻ വിശാല മനസ്കനായത് ശാലിനി ഇങ്ങോട്ട് കയറി വന്നതിന് ശേഷമാണ്. ഇപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണല്ലോ കൂട്ട്, രോഗികൾ, പിച്ചക്കാർ, അവൾ തന്നെ ആയിരിക്കും തടിമില്ലിൽ തടി ചുമക്കാനായിട്ട് പറഞ്ഞു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് ആകെ ആക്ഷേപിക്കുകയാണ്. അന്നേരം ഇഷ്ടപ്പെടാതെ അർജുനും പൊന്നിയും രാഘവൻ നായരും ഒക്കെ നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു പറയുകയാണ്, നീ ഇതിലൊന്നും ഇടപെടണ്ട, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും എനിക്കില്ല, അമ്മയോട് പറയാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു പറയുകയാണ്, ഷാജഹാൻ എല്ലാ പൈസയും ഞാൻ തന്നു തീർന്നിട്ടുണ്ട്, പക്ഷേ എന്നോടുള്ള പ്രതികാരം കാരണം വീണ്ടും അയാളെ ബലിയാടാക്കരുത് എന്നിങ്ങനെ വീണ്ടും വിഷ്ണു പറയുകയാണ്. അന്നേരവും ഇടയ്ക്കിടയ്ക്ക് വിഷ്ണു ആണെങ്കിൽ പ്രീതിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പ്രീതിയെ കാണുമ്പോൾ വിഷ്ണുവിന് അങ്ങ് ആകെ സങ്കടം വരികയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഫാമയെ അഹങ്കാരമാകരുത്, ഒരു അപകടമോ ഒരു അസുഖമോ എന്തെങ്കിലും ഒരു വന്നാൽ മതി നിൻ്റെ ഈ അഹങ്കാരമോ പൈസയും ഒക്കെ ഇല്ലാതാകാനായിട്ട്, അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കരുത് എന്നൊരു വാണിംഗ് എന്ന പോലെ രാഘവൻ നായർ പറയുകയാണ്. പക്ഷേ സത്യഭാമയാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് കൂട്ടാക്കുന്നില്ല. അന്നേരം പക്ഷേ രാഘവൻ നായർ പറയുന്നത് കേട്ട് തുടങ്ങി അങ്ങേരുടെ വേദോപദേശം എന്നും പറഞ്ഞ് സുസ്മിത മുഖം തിരിച്ചു നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, എൻ്റെ മകന് ജ്ഞാനോദയവും ബോധോദയവും ഒക്കെ ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. സത്യഭാമയുടെ മകൻ എന്തിനാ വന്നത് എന്നിങ്ങനെ, അത് പറയാനാണോ വന്നത്, എന്തിനാ വന്നതെന്നൊക്കെ വീണ്ടും ഭാമ അങ്ങ് അഹങ്കാരത്തോടെ കളിയാക്കിയാണ് ചോദിക്കുന്നത് അതൊക്കെ. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ ആ മൊബൈൽ റെസ്റ്റോറൻറ്റ് ഏറ്റെടുത്ത് നടത്താനായിട്ട് തീരുമാനിച്ചു എന്ന്. അന്നേരവും സുസ്മിത വീണ്ടും ഇടയ്ക്ക് കയറണം. ബെസ്റ്റ്, ഒടുവിൽ ചായക്കടക്കാരിയുടെ മകള് വിഷ്ണുവേട്ടനെ ആ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചു എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വരികയാണ് വിഷ്ണുവിന്. പക്ഷേ വിഷ്ണു ദേഷ്യം കടിച്ചു പിടിക്കുകയാണ്. അർജുനും രാഘവൻ നായർക്കും ഒക്കെ അത് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഭാമയും ചോദിക്കുന്നുണ്ട്, നാണമില്ലേടാ നിനക്ക് നാട്ടുകാരുടെ എച്ചിലെടുക്കാനും ചായ ഗ്ലാസ് കഴുകാനും ഒക്കെ നാണമില്ലേടാ? അന്നേരം അതിൽ എനിക്കൊരു മാനക്കേടുമില്ല, അവരും മനുഷ്യരാണ്, പിന്നെ മില്ലിലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ ഭാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അന്നേരം നീ അതും മനസ്സിലാക്കിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് സമ്മതിക്കുകയാണ്, ഞാൻ തന്നെയാണ് നിന്റെ മില്ലിലെ ജോലി കളഞ്ഞത്, പത്രോയോട് പറഞ്ഞത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർ ചോദിക്കുകയാണ്, നാണമില്ലേ ഭാമേ, നിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന അല്പം മനുഷ്യാംശം കൂടി നഷ്ടമായതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും കാര്യമാക്കാതെ ഭാമ ചോദിക്കുകയാണ്, അപ്പോൾ അതിങ്ങോട്ട് വിളംബരം ചെയ്യാനാണോ എൻ്റെ മകൻ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്ന് ഭാമ വീണ്ടും ചോദിക്കുകയാണ്. അന്നേരം അതിനൊന്നുമല്ല, അതിന് പുതിയൊരു ബിസിനസ് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയുടെ മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് വിഷമിക്കുന്നുണ്ട്. മകൻ അങ്ങനെ പറയുമ്പോൾ അതിന് അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ഉണ്ടാകണം എന്നുകൂടി വിഷ്ണു കൂട്ടിച്ചേർക്കുകയാണ്.
അമ്മയുടെ അച്ഛൻ്റെയും സാന്നിധ്യം ഉണ്ടാകണം. അമ്മ നാളെ വന്ന് വിളക്ക് കൊളുത്തി റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്തു തരണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് കുറച്ച് മനസ്സിലൊക്കെ തോന്നുകയാണ്. അത് വിഷ്ണുവിൻ്റെ മുഖഭാവം കാണുമ്പോൾ സത്യാമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അങ്ങനെയാണ് എൻ്റെയും ശാലിനിയുടെയും ആഗ്രഹം, അമ്മ വരണം, അമ്മ ഉദ്ഘാടനം ചെയ്യണം എന്നിങ്ങനെയൊക്കെ വിഷ്ണു രണ്ടാമതൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സുസ്മിത അവിടെ വീണ്ടും തിരിക്കുകയാണ്. വിഷ്ണുവേട്ടൻ്റെ ആഗ്രഹമല്ല, ശാലിനിയുടെ ആഗ്രഹം എന്ന് പറ. ഭാമാൻ്റി വന്ന് തട്ടുകട ഉദ്ഘാടനം ചെയ്താലല്ലേ ശാരദാമ്മയുടെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും സത്യഭാമയുടെ മനസ്സങ്ങ് മാറുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. പക്ഷേ സുസ്മിതയ്ക്കെതിരെ അവിടെ രാഘവൻ നായർ പ്രതികരിക്കുന്നുണ്ട്. സുസ്മിത മിണ്ടാതെ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോളണം എന്ന് പറയുമ്പോൾ സുസ്മിത പേടിച്ച് തിരികെ മിണ്ടാതിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു രാഘവൻ നായർ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നും പറഞ്ഞ് രാഘവൻ നായരുടെ കാല് തൊട്ട് തൊഴുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവിൻ്റെ തലയിലെങ്കിലും തലോടിയിട്ട് മോൻ എന്ത് തൊഴിൽ ചെയ്താലും അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടോ എപ്പോഴും ഉണ്ടാകും, അച്ഛനത് അഭിമാനം തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ്റെ ഒരു കണ്ണ് നിറയുന്നുണ്ട്. പൊന്നിക്കൊക്കെ സന്തോഷമാവുകയാണ്. ഇതൊക്കെ ഭാമ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഭാമ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കസേരയിൽ ഇരിക്കുകയാണ്. ഭാമ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ കാല് തൊഴുവാനായിട്ട് വരുമ്പോൾ ഭാമ കാലങ്ങ് പുറകോട്ട് വലിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനങ്ങ് ആകെ സങ്കടമാവുകയാണ്. വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി ഭാമയെ നോക്കുകയാണ്. പക്ഷേ ഭാമയുടെ മുഖം ദേഷ്യഭാവത്തിൽ, പക്ഷെ അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് തന്നെയാണ് സത്യഭാമ. സത്യഭാമയ്ക്ക് മകൻ ഇങ്ങനെ ഉയരുന്നു എന്നുള്ളതിൽ അഭിമാനം തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ആ അഹങ്കാരം കൊണ്ട് അത് കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. മനഃപൂർവ്വം ആ ദേഷ്യഭാവം കാണിക്കുകയാണ്. അന്നേരം ഭാമയെ ഇങ്ങനെ ദേഷ്യത്തോടെ രാഘവൻ നായർ വിളിക്കുകയാണ്. പക്ഷേ സത്യഭാമ അതൊന്നും കൂട്ടാക്കുന്നില്ല. ഇത് കാണുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് സത്യഭാമ പോകില്ല, ബാക്കി എല്ലാവരും പോകും, ഉദ്ഘാടനമൊക്കെ നടത്തും. പക്ഷേ വിഷ്ണു കൊടുത്തയക്കുന്ന ഭക്ഷണം സത്യഭാമ ആരും കാണാതെ രാത്രി കഴിക്കും. അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.